അപ്പൊ പിള്ളേരെ ബാംഗ്ലൂരിലെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ എത്തിയത് 2 മണി. SM വീട്ടിൽ നിന്നായിരുന്നു തിരിച്ച് ഞങ്ങൾക്ക് ട്രെയിൻ കയറുന്നത്. 3-4 മണിക്കൂർ ഇനിയുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ന റൂമിന്റെ അടുത്തുള്ള സ്ട്രീറ്റ് കാണാനായിരുന്നു ഞങ്ങളുടെ അടുത്ത് പ്ലാൻ ഇട്ടത്. ഞാനും ആളും കൂട്ടാണ്. ബാക്കിയുള്ളവർക്കാണെങ്കിൽ നല്ല ക്ഷീണം. തിരിച്ച് റൂമിൽ എത്തിയപ്പോഴോ ഇതായിരുന്നു ഞങ്ങളുടെ റൂമിൽ. രാവിലെ സാരി എടുത്ത് പോകേണ്ട ധൃതിയിൽ എല്ലാ സാധനങ്ങളും വലിച്ചു വായിട്ടാണ് ഞങ്ങൾ റൂമിൽ നിന്ന് പോകുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ സാരി എല്ലാം മാറ്റിയിട്ട് ഞാനും ആളും കൂടിയിട്ട് സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയ സ്ട്രീറ്റിലാണെങ്കിൽ നിറച്ചും ബുക്സ് ആയിരുന്നു. കുറെ നോവൽസും ടെക്സ്റ്റ് ബുക്സും അങ്ങനെ എല്ലാം കൊണ്ടും ആ സ്ട്രീറ്റ് ഫുള്ളും ബുക്ക്. കുറച്ചും കൂടി മുന്നോട്ട് നടക്കുമ്പോൾ ഈ ആന്റിക് ജുവൽസും അതുപോലെ സ്റ്റോൺസും പെബിൾസും കിട്ടുന്ന സ്ട്രീറ്റ് വെണ്ടർ നല്ല റേറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്ത സാധനം അവിടെ തന്നെ തിരിച്ചു. അങ്ങനെ നടന്ന് ഞങ്ങൾ എത്തിയത് KR മാർക്കറ്റിലോട്ട്. KR മാർക്കറ്റിലോട്ട് പലതവണ വന്നിട്ടുണ്ടെങ്കിലും ഈ ഫ്ലവേഴ്സ് കിട്ടുന്ന ഒരു മാർക്കറ്റ് ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫ്ലവേഴ്സ് കാണാൻ പറ്റാത്തതിന്റെ വിഷമത്തിൽ ഒരു സ്വീറ്റ് കോണും നോർമൽ കോണും വാങ്ങിയിട്ടാണ് തിരിച്ച് ഞങ്ങൾ റൂമിലോട്ട് പോയത്. 6 മണിക്ക് തന്നെ റൂം ചെക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ ഞങ്ങൾ വിട്ടത് SM വീട്ടിലോട്ട്. വൈകുന്നേരത്തെ ട്രാഫിക് കണ്ടപ്പോൾ SM വീട്ടിലോട്ട് ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തുന്നു ഒരു ഹോപ്പും ഞങ്ങൾക്ക് ആർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷെ എങ്ങനെയൊക്കെ ഞങ്ങളുടെ ഓട്ടോ ചേട്ടൻ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ കറക്റ്റ് 7 മണിയായപ്പോൾ തന്നെ ഞങ്ങൾ ട്രെയിൻ അവിടെ നിന്ന്. പിറ്റേ ദിവസം പുലർച്ചെ 4 മണി കഴിഞ്ഞപ്പോഴാണ് തൃശ്ശൂർ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.